അതേസമയം തന്നെ തരൂരിന്റെ മുഖ്യമന്ത്രി സർവേ പോസ്റ്റ് തള്ളി രമേശ് ചെന്നിത്തല. സർവേക്ക് വിശ്വാസ്യതയില്ലെന്നും ആരോ കുക്ക് ചെയ്ത സർവേയാണെന്നുമാണ് ചെന്നിത്തലയുടെ പ്രതികരണം. UDF അധികാരത്തിൽ വരുന്നുള്ളൊരു സർവേ കഴിഞ്ഞ ദിവസം ശശി തരൂർ പങ്കുവച്ചു. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഏറെ പിന്തുണയുള്ള ആളെന്നും ആ സർവേയിൽ പറയുന്നത്. ശരത്ത് ഓങ്ങല്ലൂർ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേർക്കുകയാണ്. ശരത്ത്, അതായത് ഈ തരൂരിന്റെ ഒരു സർവേ ഇന്നലെ വന്നിരുന്നല്ലോ, തരൂർ പങ്കുവച്ചിരുന്നല്ലോ വോട്ട് വൈബിന്റെ സർവേ. അതിൽ പറയുന്ന പ്രകാരം തരൂരിനാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് എന്നാണല്ലോ പറയുന്നത്. ആ സർവേക്ക് വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല തള്ളുകയാണ്. അങ്ങനെ തള്ളുമ്പോൾ സർവേക്ക് മാത്രമാണോ വിശ്വാസ്യതയില്ലാത്തത്? സർവേ പങ്കുവച്ച ഈ ശശി തരൂരിനും വിശ്വാസ്യതയില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അങ്ങനെയും വായിച്ചാൽ തെറ്റുണ്ടോ? മനു, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ കാണണം. കാരണം ഇന്നലെയാണ് എക്സ് പ്ലാറ്റ്ഫോമിനകത്ത് ശശി തരൂർ വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയതെന്ന് പറയപ്പെടുന്ന ഒരു സർവേ പോസ്റ്റ് ചെയ്തത്. അതിനകത്ത് പറയുന്നത് 2026 UDF-നകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ആൾ താനാണ് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. 28% പേർ തന്നെ പിന്തുണയ്ക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഇന്ന് അതിനെ തുറന്ന് എതിർക്കുന്നു. അതിന്റെ വിശ്വാസ്യതയില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. ഇത് ആരോ കുക്ക് ചെയ്ത സർവേയാണെന്ന് അദ്ദേഹം പറയുന്നു. ആർക്ക് വേണ്ടി ആര് നിർമ്മിച്ച സർവേയാണ് എന്നതാണ് ഇപ്പോൾ പുതിയ തർക്കം. എന്തായാലും ശശി തരൂരിനെ തുറന്നെതിർക്കുന്ന നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു. കെ മുരളീധരനും സമാനമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും കോൺഗ്രസിനകത്ത് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ശശി തരൂരിന്റെ എക്സ് പോസ്റ്റ്. മനു, ശരി, ശരത്ത് ഓങ്ങല്ലൂർ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.